പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ യാത്ര നാളെ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 അടിമാലിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടിമാലിക്ക് പുറമെ കട്ടപ്പനയിലും കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണമൊരുക്കും. മലയോര മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടും ഇക്കാര്യത്തിൽ സർക്കാർ നിലപാടുകൾ തുറന്നു കാട്ടിയുമാണ് UDF സംസ്ഥാന കമ്മിറ്റി മലയോര സമര പ്രചരണ ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ യാത്ര നാളെ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 അടിമാലിയിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ രമേശ് ചെന്നിത്തല, M.M. ഹസൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, K.M. ഷാജി, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, C.P. ജോൺ, രാജൻ ബാബു തുടങ്ങിയവർ സംസാരിക്കും. ജാഥയുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി UDF നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ ജാഥ അടുത്ത മാസം 1-ാം തീയതി രാവിലെ 10 മണിക്ക് അടിമാലിയിൽ എത്തിച്ചേരുകയാണ്. അടിമാലിയിൽ എത്തിച്ചേരുന്ന ഈ ജാഥയ്ക്ക് UDF ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അടിമാലിക്ക് പുറമെ കട്ടപ്പനയിലും കുമളിയിലും ജാഥയ്ക്ക് സ്വീകരണമൊരുക്കും. ഭൂപ്രശ്നങ്ങൾ, വന്യജീവി വിഷയം, പട്ടയ പ്രശ്നങ്ങൾ, വിലക്കയറ്റം തുടങ്ങി വിവിധ വിഷയങ്ങളാണ് UDF മലയോര സമര പ്രചരണ ജാഥയിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. അടിമാലി ടൗൺ ജുമാ മസ്ജിദ് പരിസരത്തു നിന്നും ജാഥയെ സ്വീകരിക്കും. 3000-ലധികം പ്രവർത്തകർ നാളത്തെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും UDF ദേവികുളം നിയോജക മണ്ഡലം ചെയർമാൻ MP സൈനുദ്ദീൻ, കൺവീനർ OR ശശി, DCC വൈസ് പ്രസിഡന്റ് PV സ്കറിയ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ്, CMB ജില്ലാ സെക്രട്ടറി KA കുര്യൻ, JSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PC ജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.